ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും വളരെ ഹാപ്പി ആയിട്ട് ഹീജോ ഫാമിലിയും തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഒരു വണ്ടിക്ക് അവർക്ക് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അവളും കണ്ണൊക്കെ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും ചേച്ചിയും സഹോദരനും ബോധമില്ലാതെ അടുത്ത് കിടക്കുന്നതായിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഒരു ആംബുലൻസ് ഒക്കെ വന്നിട്ട് അവർ രണ്ടുപേരെയും ആംബുലൻസിലൊക്കെ കയറ്റുന്നുമുണ്ട്. പക്ഷെ അവളും എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിസ്സഹായായി നിൽക്കുന്നു. അടുത്ത സീനില് ഹീജുവിന്റെ ചേച്ചിക്ക് ചെവിയൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നും സഹോദരൻ മരിച്ചുപോയെന്നുമുള്ള കാര്യമൊക്കെ അമ്മയും അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിനക്ക് നിന്റെ സ്വരമെങ്കിലും ഒന്ന് ത്യാഗം ചെയ്തൂടെ? എല്ലാവരുടെയും ലൈഫിന് ഒരേ വിലയല്ല ഉള്ളത്. ചെയർമാന് നമ്മുടെ അടുത്ത് സഹതാപമൊക്കെ തോന്നിക്കുകയാണെങ്കിൽ മാത്രമേ ഇനിയും ആ ഒരു വീട്ടിലൊക്കെ നമ്മളെ താമസിക്കുവാനായിട്ട് അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ട് വീണ്ടും നിസ്സഹായായി അവൾ നിൽക്കുന്നു. പക്ഷെ നീ അതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെ ഹേജു വെളിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അതായത് ഇതിനു മുമ്പ് അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അവൾ ഓർത്തു നോക്കുകയാണ്. ഹേജു എന്ന ഒരു വിളിയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവളും ഈ ഒരു സ്വപ്നങ്ങളിൽ നിന്നും എണീക്കുന്നത്. അവൾ നോക്കുമ്പോഴത്തേക്കും സയോണും അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരുന്ന സമയത്ത് നീ ആയിരുന്നു എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പേടിച്ചിരിക്കുന്ന സമയത്ത് നീ ആയിരുന്നു എന്നെ രക്ഷിക്കുവാനായിട്ട് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കരയാതിരുന്നപ്പോൾ പോലും നീ ആയിരുന്നു എന്നെ കേട്ടിട്ടുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി. നിനക്ക് എന്റെ അടുത്തുള്ള അതേ ഫീലിങ്സ് എനിക്ക് നിന്നോടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് എനിക്ക് പറയുവാനായിട്ട് സാധിക്കാത്തതെന്നൊക്കെ ഹീജുവും ഓർക്കുകയാണ്. ഇപ്പോൾ ഹീജു ഹോസ്പിറ്റലിലേക്കാണ് ഉള്ളത്. അവളും കണ്ണ് തുറക്കുമ്പോഴത്തേക്കും മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സയോണ ആയിരുന്നു. അവൻ ഡോക്ടറിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവന്റെ കൈ പിടിച്ച് അവനെ തടഞ്ഞുകൊണ്ട് നീ പോകരുതെന്ന് പറഞ്ഞ് അവളും കരയുകയായിരുന്നു. സോ സയോണും അവൾക്ക് കൂട്ടിയിരിക്കുന്നു. സയോണിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രട്ടർ ആകട്ടെ ഒരു അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരാണതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ സയോണിന്റെ അച്ഛനെയും അസിസ്റ്റന്റ് വന്ന് അറിയിക്കുകയാണ്. പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു എന്ന് മീഡിയാസും മറ്റുമൊക്കെ അറിയിക്കുകയാണെങ്കിൽ അവർ മറ്റൊരു രീതിക്ക് ഇതിനെ വ്യാഖ്യാനിക്കുമോ എന്നൊക്കെ അച്ഛനും സംശയമുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇത് ആക്സിഡന്റ് ആണെന്ന് പുറത്ത് പറയാതിരുന്നാൽ പോരെ, നമുക്കും ഇതിനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേ ആക്കി മാറ്റിയാലോ? നിങ്ങളെ തകർക്കുവാനായിട്ട് നിങ്ങളുടെ മകനായിട്ടുള്ള സയോണെ ആരോ ഒരാൾ മനഃപൂർവ്വമായിട്ട് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനത്തെ രീതിക്കൊക്കെ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടുതൽ വോട്ട്സ് ഒക്കെ കിട്ടുമെന്ന രീതിക്കൊക്കെ അസിസ്റ്റന്റ് പറയുമ്പോഴത്തേക്കും അച്ഛനും അതുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ അസിസ്റ്റന്റിന്റെ അടുത്തും പറയുന്നു. 406 എന്ന നമ്പറിൽ നിന്നും ആയിരുന്നല്ലോ ഹീജുവും സയോണെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പർ തന്നെ ആയിരുന്നു ഹീജുവിനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നതും. എനിക്ക് സംസാരിക്കുവാൻ അറിയാമെന്ന കാര്യം ഇപ്പോൾ സയോൺ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും 406ന്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അതൊരിക്കലും അയാളുടെ അടുത്ത് ആയിരുന്നില്ല, മറിച്ച് എന്റെ അടുത്ത് തന്നെയായിരുന്നു അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന രീതിക്കാണ് എനിക്കും തോന്നിയത്. ഒന്നും അറിയാതിരിക്കാൻ മാത്രം ഒരു മണ്ടനൊന്നും അല്ലല്ലോ സയോൺ. ഒരു പക്ഷെ അവനും എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഹീജു ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും സയോണും ഹീജുവിനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ എഗ്രിമെന്റിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവൾ പാലിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ അടുത്ത് 2 ബില്യണൊക്കെ പിഴയായിട്ടൊക്കെ ചുമത്തുകയാണ്. കൂടാതെ അവളോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ടും നേരത്തെ അവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ തിരിച്ചെടുക്കുകയാണെന്നുമൊക്കെ അവൻ പറയുന്നതായിട്ടൊക്കെ അവളും ഓർത്തു നോക്കുന്നു. പാർക്കും സയോണെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ്. അപകടം നടന്ന സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാ ആൾക്കാരും കൂടി നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും വ്യക്തമായിട്ട് ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പാർക്കും സയോണെ അറിയിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അയാൾ ഹീജുവിനെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പാർക്ക് സംശയിക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ എന്നെ അപായപ്പെടുത്തുവാനായിട്ടായിരിക്കും അയാൾ ശ്രമിച്ചത്. ആള് മാറി ഹീജുവിനിട്ട് ആയതായിരിക്കുമെന്നൊക്കെ സയോണും പറയുന്നു. സയോണും കിഡ്നാപ്പറുടെ ഫോൺ പാർക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർക്കും ആ ഫോണൊക്കെ ചെക്ക് ചെയ്തതിൽ നിന്നും ഫോണിൽ ഒരു ഹാക്കിംഗ് ഡിവൈസ് ഒക്കെ ഉണ്ടെന്നും അത് വെച്ചിട്ട് ഫോൺ എവിടെയാണ് ഉള്ളതെന്ന് അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുമൊക്കെയാണ് പാർക്കും പറയുന്നത്. പക്ഷെ ഇതേ ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് അവരെ ഹാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ 2-3 ദിവസമൊക്കെ സമയം നൽകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പാർക്കും അറിയിക്കുന്നു. സയോണും പിന്നീട് ഫോണൊക്കെ കൊണ്ടുപോയി ഹീജുവിന്റെ ബാഗിലൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഹീജു റൂമിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവളും ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നേരത്തെ നീ ഒരു കുഴപ്പവും ഇല്ലാതൊക്കെയായിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇത്രയും പെട്ടെന്ന് നീ വീണ്ടും സംസാരിക്കുന്നതൊക്കെ നിർത്തിയോ എന്ന് സയോണും ചോദിക്കുന്നു. പിന്നീട് അവനും അവളെ എടുത്ത് ബെഡിലൊക്കെ കിടത്തിയതിനു ശേഷം നിനക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു.
നീ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നെക്കുറിച്ചറിയാം. പിന്നെ 406 ആയിരുന്നു നീ ഉണ്ടായിരുന്ന ലൊക്കേഷനൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ കിഡ്നാപ്പറുടെ കൂടെയുള്ള ആളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നിന്നെ കണ്ടെത്തുവാനായിട്ട് അയാളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പോലീസിനെ കൊണ്ട് അയാളെ പിടിപ്പിക്കണോ അതോ ആളുടെ അടുത്ത് ക്ഷമിക്കണോ എന്നൊക്കെ സംശയിച്ചാണ് ഞാൻ ഇരിക്കുന്നതെന്നൊക്കെ സയോണും അറിയിക്കുന്നു. ഹീജുവും സയോണിന്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ നിനക്ക് ആവശ്യമായിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഒന്നും തന്നെ പറയണ്ട. എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതെല്ലാം തന്നെ ഞാൻ പിന്നീട് ചോദിച്ചോളാം എന്നൊക്കെ അവനും പറയുന്നു. അവളുടെ ഫോണൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വിളിക്കുവാനായിട്ട് അവൾക്ക് മറ്റൊരു ഫോണൊക്കെ കൊടുത്തിട്ട് അവനും പോകുന്നു. അവൻ പോയി പുറകെ തന്നെ അവളും ബാഗൊക്കെ ചെക്ക് ചെയ്യുകയാണ്. ബാഗിന്റെ അകത്ത് നിന്നും കിഡ്നാപ്പറുടെ ഫോണൊക്കെ അവൾക്കും കിട്ടുന്നു. സോ സയോണും ഈ ഒരു ഫോൺ കണ്ടിട്ടുണ്ടാവുമോ അതോ ഇല്ലയോ എന്ന സംശയത്തിലാണ് അവൾ ഉള്ളതും. ഹീജുന്റെ അമ്മ പാർലറിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളും അതൊന്നും കണ്ടില്ലേ എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫും അമ്മയോട് ചോദിക്കുന്നു. അമ്മയും അത് ഹീജു ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അടുത്തുണ്ടായിരുന്ന റൂമിലൊക്കെ ചെന്ന് അവളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു അത് ഹീജു ആയിരുന്നില്ല, മറിച്ച് ഇനയായിരുന്നു എന്ന കാര്യമൊക്കെ അമ്മയും മനസ്സിലാക്കുന്നത്. സായോന്റെ അച്ഛനും ഇപ്പോൾ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തുകയാണ്. സായോന്റെ ഓഫീസിലെ സ്റ്റാഫിനുണ്ടായ അപകടം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നുള്ള രീതിക്കൊക്കെ അച്ഛൻ സംസാരിക്കുമ്പോഴത്തേക്കും സയോൺ ഒന്നും തന്നെ പറ്റിയില്ലല്ലോ, മാത്രമല്ല ഇത് വെറും ഒരു ആക്സിഡന്റ് ആണെന്നാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജാങ്ങും അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. സയോൺ അപകടം പറ്റിയില്ല എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. എങ്കിൽ പോലും ഇതൊരു അറ്റാക്ക് തന്നെ ആയിരുന്നു. ശരിക്കും സയോണെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അവരും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ചെയ്തു വന്നപ്പോഴത്തേക്കും സയോണ് പകരമായിട്ട് അവർക്ക് ആള് മാറിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും വലിയ രീതിക്കുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു അച്ഛനും പറയുവാനായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛന് കൂടി ഇതുപോലത്തെ ഒരു പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോൾസ് ഒക്കെ സയോണിന്റെ ഓഫീസിലേക്ക് വരികയാണ്. സ്റ്റാഫ്സും അതിന് മറുപടി പറഞ്ഞു മടുത്തു. സയോണ് നേരെ ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് ലാൻഡ് ഫോണിന്റെ കണക്ഷൻ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നു. പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എല്ലാവരുടെയും അടുത്ത് പറയുവാനായിട്ട് പാടുള്ളൂ. നിലവിൽ എന്താണ് കാര്യമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തുകയാണ്. അതിനുള്ള ഉത്തരം നമുക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ നാളെ ഒരു പ്രസ് മീറ്റ് ഒക്കെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പ്രസ്സുകാരെ അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് സയോൺ പറയുന്നത്. ആര് വിളിച്ചാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. മാത്രമല്ല ഹിജുനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ പോലും ആരുടെയും അടുത്ത് കൊടുക്കാനായിട്ട് പാടില്ല എന്ന് കൂടി സയോൺ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ അധികം നാളെ ഹീജുന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവളും ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാതിരിക്കുക എന്നത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്കും അവളെക്കുറിച്ച് അറിയുവാനായിട്ട് ആകാംക്ഷയുണ്ട്. അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൾക്ക് ബോധമൊക്കെ വന്നോ, അവൾ ശരിക്കും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെയധികം വിഷമത്തോടു കൂടി തന്നെ കാങ്ങും ചോദിക്കുന്നു. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നും തന്നെ ഇല്ല, അവൾക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ട്. വലുതായിട്ടൊന്നും തന്നെ അവൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങളുടെ അടുത്തും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാതിരുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സയോണും നിൽക്കുന്നു. പിന്നെ സയോണിന്റെ അച്ഛനും ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടി വിശദമായിട്ടൊക്കെ കണ്ട് പഠിച്ചതിന് ശേഷം ഒരു മറുപടിയൊക്കെ കൊടുക്കുന്നതായിരിക്കുമെന്ന അഭിപ്രായത്തിലാണ് സയോണുമുള്ളത്. ഇനിയും ഹിജുവിന്റെ അമ്മയും കൂടി സംസാരിക്കുകയാണ്. ഇനി ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഹിജുവിന്റെ സ്ഥാനമൊക്കെ തട്ടിയെടുക്കുവാനായിട്ടാണോ എന്ന രീതിക്കൊക്കെ അമ്മ സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെയല്ല തന്റെ ഉദ്ദേശമെന്ന രീതിക്കൊക്കെ ഇനിയും മറുപടി കൊടുക്കുന്നു. സയോണും ഹീജുവും തമ്മിലുള്ള വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷമായിരിക്കുന്നു. മാത്രമല്ല അവർ നല്ല രീതിക്ക് തന്നെ അടുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും അവരെ പിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അമ്മയും പറയുകയാണ്. സയോണിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഹീജു മനസ്സിലാക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക എന്നൊക്കെ ഇനിയും ചോദിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വിവാഹത്തിന് മുമ്പ് ആരോ ഒരാൾ ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വായിച്ചതിനു ശേഷമായിരുന്നു അവളും വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കാര്യം എല്ലാം തന്നെ എനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹീജുന്റെ അമ്മയായിരിക്കുമെന്നായിരുന്നു അവൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല എന്ന സത്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. സയോന്റെ അച്ഛന് പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടി നല്ല രീതിക്കുള്ള ഒരു ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട്. അവരും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമായിരുന്നു റൂമിലേക്കൊക്കെ സയോണും കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ആകെ വഷളാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതും കൊണ്ടെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. ഇതിനേക്കാളും കൂടുതലായിട്ടൊന്നും തന്നെ നിങ്ങൾ ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ സയോൺ പറഞ്ഞിട്ട് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചെയർമാന്റെ ചെറുമകൻ, എന്റെ മകൻ സയോൺ, ഈ ഒരു പേരും ഈ ഒരു പദവിയും എല്ലാം തന്നെ നിനക്ക് നൽകിയത് ഞങ്ങളാണെന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കുമാണ് അവനും കുട്ടിക്കാലത്ത് നടന്ന ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അവൻ ഇഷ്ടപ്പെട്ട ഒരു ഫുഡൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഫുഡ് എന്റെ മകൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് മകൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അമ്മ എടുത്ത് കൊടുക്കുന്നതും
അവന് ഇഷ്ടപ്പെട്ട രീതിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും എന്റെ മകൻ അതുപോലത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല എന്ന് പറഞ്ഞ് അമ്മ മറ്റു ഡ്രസ്സുകൾ കൊടുക്കുന്നതും, അവൻ വായിക്കുവാനായിട്ട് ബുക്കൊക്കെ എടുത്തു വെച്ച സമയത്ത് പോലും അമ്മ വന്നിട്ട് എന്റെ മകൻ വായിക്കാറുള്ളത് ഇതുപോലത്തെ ബുക്കുകളാണെന്ന് പറഞ്ഞിട്ട് മറ്റു ചില ബുക്കുകളൊക്കെ കൊടുക്കുന്നതും, എന്തിനേറെ പറയുന്നു ഒട്ടും തന്നെ സ്വാതന്ത്ര്യമില്ലാതെ മറ്റൊരാളുടെ പേരിലൊക്കെ അറിയപ്പെടുക പോലും ചെയ്തിട്ടുണ്ടായിരുന്ന അവനും ആകെ വിഷമിച്ചൊക്കെയായിരുന്നു അന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പേരും ഈ പദവികളും ഒക്കെ എനിക്ക് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇതെല്ലാം തന്നെ ഉപേക്ഷിച്ചു പോയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാനും. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെയാണ് സയോണും പറയുവാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പോട്ടെ, നിന്റെ ഓഫീസിലെ ഏതോ ഒരു സ്റ്റാഫിന് അപകടം പറ്റിയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അതാരാണ്? എന്തായാലും നമ്മുടെ ഫാമിലിക്കൊന്നും അല്ലല്ലോ എന്ന രീതിക്കൊക്കെ അച്ഛൻ സംസാരിക്കുമ്പോഴത്തേക്കും, അതും നമ്മുടെ ഫാമിലി ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു സയോണ് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഹീജുവിനായിരുന്നു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നതെന്ന സത്യം എല്ലാം തന്നെ അച്ഛനും മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷെ അച്ഛൻ അതിൽ വലിയ വിഷമമൊന്നും തന്നെ തോന്നുന്നില്ല. അച്ഛന് പ്രസിഡന്റിന്റെ ഓഫീസിൽ ജോലി ചെയ്യുവാനായിട്ടായിരുന്നല്ലോ താല്പര്യം. അങ്ങനെയിരിക്കെ അച്ഛനേക്കാളും മുമ്പ് ഹീജു അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിൽ അച്ഛന് വിഷമം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സയോണും പോകുന്നു. അച്ഛനും പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ആർട്ടിക്കിളൊക്കെ വായിച്ച് നടന്നു വരികയായിരുന്നു യൂറിയും. അങ്ങനെ ഇരിക്കെയാണ് സാങ്കുവിനെ വഴിയിൽ വെച്ച് അവൾ കാണുന്നത്. പ്രസിഡന്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആർക്കോ ഒരാൾക്ക് അപകടം പറ്റിയെന്ന് മാത്രമേ അവർക്ക് എല്ലാവർക്കും അറിയിക്കുകയുള്ളൂ. സോ ആർക്കായിരുന്നു അപകടം പറ്റിയതെന്ന കാര്യം വല്ലോ നീ അറിഞ്ഞോ എന്നൊക്കെ സാങ്വു യൂറിയുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ യൂറിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ അറിയുമായിരുന്നില്ല. മാത്രല്ല, ഹീജുവിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ യൂറി ചോദിക്കുമ്പോഴത്തേക്കും ഹീജുവിന് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഹീജു ഒരു റിപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിശദാംശം അവനും അറിയിക്കുകയില്ല എന്നൊക്കെ അവനും യൂറിനെ അറിയിക്കുന്നു. യൂറിയും ഫോണൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഡോറും അവൾക്കിട്ട് ചെന്ന് ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ സാങ്വു ആയിരുന്നു അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി സാങ്വുവും യൂറിയും കൂടി ചേർന്നിട്ട് അന്വേഷിക്കുന്ന ഒരു കേസൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ കണ്ടെത്തി അതിനെക്കുറിച്ച് പറയുകയാണ്. നേരത്തെ അവർ പോയ ഒരു വീടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വീടും സ്ഥലവും എല്ലാം തന്നെ ജിൻസോക്ക് എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ പേരിലേക്കാണ് കിടക്കുന്നത്. പക്ഷെ അതിൽ കൊടുത്തിട്ടുള്ള അയാളുടെ അഡ്രസ്സിലൊക്കെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അയാളും വലിയൊരു തുകയൊക്കെ ടാക്സ് അടയ്ക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റും അയാളെ അന്വേഷിച്ച് നടക്കുകയാണ്. അയാളെ അന്വേഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടെത്തിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അവരും നമ്മുടെ അടുത്ത് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കുമെന്നൊക്കെ യൂറിയും അറിയിക്കുന്നു. ഹീജുവിനെ മലയുടെ മുകളിൽ നിന്നും തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത് കിഡ്നാപ്പർ ആയിരിക്കുമോ എന്നൊക്കെ അവളും സംശയിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സയോണിന്റെ ഒരു മെസ്സേജ് ഒക്കെ അവളും കാണുന്നത്. സയോണും അവളെ കാണുവാനായിട്ട് എത്തുകയാണ്. എന്തെങ്കിലും മേടിക്കണോ എന്നൊക്കെ ആയിരുന്നു അവൻ അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതും. എന്നാൽ പിന്നെ ടബോക്കി മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് അവൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും സ്പൈസി ആയിട്ടുള്ള ഒന്നും തന്നെ കഴിക്കണ്ട എന്ന് അവനും പറയുന്നു. എന്നാൽ പിന്നെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് അവൾ പറയുമ്പോഴത്തേക്കും കൊഴുപ്പുള്ള ഒന്നും തന്നെ കഴിക്കണ്ട എന്നായിരുന്നു അവന്റെ മറുപടി. എന്നാൽ അതൊക്കെ പോട്ടെ, മധുരമുള്ള എന്തെങ്കിലും മേടിച്ചോണ്ട് വരുവാനായിട്ട് അവൾ പറയുമ്പോഴത്തേക്കും അതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞ് അവൻ അതും വേണ്ടെന്ന് വെക്കുന്നു. ഒന്നും മേടിച്ച് കൊടുക്കുവാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലെ ഓരോന്നൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ അവളും ഓർക്കുന്നു. വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന സയോണും അവൾക്ക് ഇടുവാനായിട്ട് ഡ്രസ്സൊക്കെ ആയിട്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, മധുരമൊക്കെ കഴിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഫ്രൂട്ട്സും അവൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് ഒന്നും തന്നെ കഴുകിയതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് തന്നെ അതൊക്കെ കഴുകിക്കുകയാണ് അവളും. അവനും വെറുതെ വന്നതല്ല, മറിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുവാനായിട്ടാണ് എത്തിയതെന്നൊക്കെ മനസ്സിലാക്കുന്ന അവളാകട്ടെ അവൻ എവിടെയായിരിക്കും കിടക്കുക എന്നൊക്കെ ആലോചിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവനും അവളുടെ മുടിയൊക്കെ കഴുകിക്കുവാനായിട്ട് അവളെ കൊണ്ടുപോകുന്നു. സലൂണിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെയാണോ ചെയ്തു തരിക, എന്തായാലും അതുപോലെയൊക്കെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരും ഓരോരോ കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അവളുടെ മുടിയൊക്കെ ഡ്രൈ ചെയ്തതിന് ശേഷം മുടി ചീവി കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ എന്റെ അടുത്ത് ഇത്രയ്ക്ക് നന്നായിട്ടൊക്കെ പെരുമാറുന്നതെന്ന് അവളും അവന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും തന്നെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് എല്ലാ ഹസ്ബൻഡും വൈഫിന് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാറില്ല എന്നൊരു മറുപടിയൊക്കെയാണ് അവനും കൊടുക്കുന്നത്. അവളുടെ കഴുത്തിലും പരിക്കിന്റെ പാടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും ഇത്രയും കാലം നിന്നെ എനിക്ക് നന്നായിട്ട് നോക്കുവാനായിട്ട് സാധിച്ചില്ല, അതിലും എനിക്ക് കുറ്റബോധമുണ്ടെന്നൊക്കെ അവളെയും അറിയിക്കുന്നു. അവനും കുളിക്കുവാനായിട്ട് കയറുന്ന നിമിഷം മുതൽ അവളും അവനെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ഉറക്കം ഒന്നും തന്നെ വരുന്നില്ല. പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന അവനും അവളുടെ തലക്കിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്ന റിമോട്ടൊക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അത്രയും നേരം കണ്ണടച്ച് കിടന്നിട്ടുണ്ടായിരുന്ന അവളും കണ്ണൊക്കെ തുറന്നു നോക്കുകയാണ്. പിന്നീട് ഉറങ്ങിക്കോ എന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവനും ബുക്കൊക്കെ വായിച്ചിരിക്കുന്നു. ഇനി സാങ്കുവും കുട്ടിയായിരിക്കുന്ന സമയത്ത് ബംഗ്ലാവിൽ പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോയിൽ ഒരു മോതിരമൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ മോതിരത്തിലുണ്ടായിരുന്ന ഡ്രാഗന്റെ പാടമൊക്കെ ഓർക്കുന്ന രീതിക്കൊക്കെ അവനും വരച്ചിട്ട് ഇപ്പോൾ ലൈവിൽ കാണിച്ചു കൊടുക്കുകയാണ്.
ഈ ഒരു ഡ്രാഗന്റെ മോതിരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതെന്നെ കൂടി അറിയിക്കണമെന്നായിരുന്നു അവനും പറയുന്നത്. കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഹീജോങ് കണ്ണൊക്കെ തുറന്നു നോക്കുകയാണ്. പക്ഷെ തൊട്ടടുത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന സയോണെ അവള് കാണുന്നില്ല. അങ്ങനെയിരിക്കെ അവളെ സയോണെ കോൾ ചെയ്യുമ്പോഴത്തേക്കുമാണ് നീ ഉറങ്ങിക്കോ, ഞാനും ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ അവനും റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്ന അവളും സമയമൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ കൃത്യം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീജും സയോണെ കോൾ ചെയ്യുമ്പോഴത്തേക്കും സയോണും ഫോണൊക്കെ എടുത്തിട്ട് 406 സംസാരിക്കുന്നു. ഞാൻ നിന്റെ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഹീജുനെ കണ്ടെത്തുവാനായിട്ട് നീയല്ല എന്നെ സഹായിച്ചത്. പിന്നെ എനിക്കും നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. നിനക്കും 20ന്റെയും 30ന്റെയും ഇടയിലാണ് പ്രായം. പിന്നെ നീയും ഒരു സ്ത്രീയാണ്. സത്യം പറ, നീ സുന്ദരിയാണോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. നിന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും ആ ഭീഷണിപ്പെടുത്തുന്ന വ്യക്തി സുന്ദരിയാണോ അല്ലയോ എന്നറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുവാനാണെന്നൊക്കെ അവളും ചോദിക്കുന്നു. എന്തായാലും നിന്റെ അടുത്ത് ഇതുപോലെ ഫോണിലൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യമാണെന്നൊക്കെ അവൻ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഹീജവും മരിക്കുന്നതിന്റെ തൊട്ട് വക്കിൽ നിന്നുമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക എന്നൊക്കെ അവളും ചോദിക്കുന്നു. അതേസമയം നീ ഇപ്പോൾ എന്ത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്? എനിക്ക് എന്തായാലും നിന്നെ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. സോ നീ ഡ്രസ്സൊക്കെ പറയുകയാണെങ്കിൽ ഞാനും നിന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാമെന്നൊക്കെ അവനും പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. നിങ്ങൾ എന്തൊക്കെയായി സംസാരിക്കുന്നേ? നിങ്ങൾ എന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുവാനായിട്ടാണോ നോക്കുന്നത്? എന്തായാലും നിങ്ങൾ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളും അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഹീജ് ഉറങ്ങിക്കാണും. അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പിന്നെ നമുക്കും ഇതുപോലെ ഫോണിലൊക്കെ കൂടുതലായിട്ട് സംസാരിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ കൂടിക്കോ. നമുക്ക് ഒന്നിച്ച് ആ ഒരു കുറ്റവാളിയെ കണ്ടെത്താം. ഹീജോനെ അവൻ മലയുടെ മുകളിൽ നിന്നും താഴേക്കൊക്കെ തള്ളിയിട്ട സമയത്ത് തന്നെ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനും ഒരു തീരുമാനമെടുത്തു. ഹീജോ എന്താണോ അനുഭവിച്ചത് അതിന്റെ 100 ഇരട്ടി ഞാനും അവനെ കൊണ്ട് അനുഭവിപ്പിക്കാമെന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊക്കെ എന്നോട് പറ. നമുക്കും അയാളെ കണ്ടെത്താമെന്നൊക്കെ അവനും പറയുന്നു. കിഡ്നാപ്പർ കാണുവാനായിട്ട് എങ്ങനെ ഉണ്ടാകുമെന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ ചാനലിന്റെ അടുത്തേക്ക് സയോണും ഏൽപ്പിച്ചിട്ടുണ്ട്. ഹീജും റൂമിൽ നിന്നും വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് ടി വി ഒക്കെ കാണുന്നതാണ് അവൾ ശ്രദ്ധിക്കുന്നത്. ടിവിയിലെ ഡ്രാമയിലെ മെയിൻ ലീഡ് ഫീമെയിൽ ലീഡിനെ ചതിക്കുന്ന ഒരു സീനൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടിട്ട് പേഷ്യൻസ് പല രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവളും സയോണെ കുറിച്ചൊക്കെ ഓർത്തു പോവുകയാണ്. അതായത് കോൾ ചെയ്ത സമയത്ത് സയോണും വിവാഹമൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണമെന്നൊക്കെ ഹീജു പറഞ്ഞപ്പോഴത്തേക്കും ഹീജു ഇപ്പോൾ ഉറങ്ങിക്കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാവുന്ന രീതിക്കൊക്കെ ആയിരുന്നല്ലോ സയോണും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഹീജുവും അതിന്റെ ഷോക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ യൂറിയുടെ ന്യൂസ് ഒക്കെ കാണിക്കുന്നു. ന്യൂസിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയോണ് കുറെ ദിവസങ്ങളായിട്ട് ഭീഷണിയൊക്കെ വരാറുണ്ടായിരുന്നു. മാത്രല്ല നേരത്തെ ഒരാള് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു എന്നൊക്കെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ വിക്ടിമായിട്ടുണ്ടായിരുന്നത് സയോൺ തന്നെ ആയിരുന്നു. പക്ഷെ സയോണും ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിരുന്നില്ല, മറിച്ച് ആരോ ഒരാൾ അവനെ തള്ളിയിട്ടതായിരുന്നു. പക്ഷെ അവനും അയാളുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇത് അച്ഛനെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് ആയിട്ട് അവന് തോന്നുന്നില്ല. പിന്നെ അവന്റെ തന്നെ സേഫ്റ്റിയാണ് ഇപ്പോൾ അവൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഈ ഒരു കാര്യമൊക്കെ അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല അവരും ഇപ്പോൾ ഒരു സ്കെച്ചൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വ്യക്തി തന്നെയാണ് സയോന്റെ ഓഫീസിലും ബോംബൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന ഹീജുവും നേരത്തെ സയോന്റെ അടുത്ത് അയാളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഹീജു എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കിഡ്നാപ്പറെ കുറിച്ച് സയോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സയോണും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ യൂറിയുടെ അടുത്ത് പറഞ്ഞ് അത് ടിവിയിൽ കാണിക്കുകയാണ്. അയാളുടെ പൊക്കവും ഏകദേശമുള്ള അയാളുടെ പ്രായവും പിന്നെ അയാളുടെ 2 കണ്ണിന്റെയും കളറുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുമൊക്കെ ടിവിയിലും കാണിക്കുന്നു. ഇയാൾക്ക് ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. മാത്രല്ല ഹാക്കിങ് ചെയ്തതായിട്ടും അതുപോലെ തന്നെ ബോംബ് ഉണ്ടാക്കിയതായിട്ടും പിന്നെ തീപിടുത്തമൊക്കെ ഉണ്ടാക്കിയതായിട്ടും ഒക്കെ തന്നെ ഇയാളുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങളായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി പോലീസും സയോണും ചോദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്തുവാനായിട്ട് തുടങ്ങിയ ആ സമയത്ത് തന്നെ ഞങ്ങളെ കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കാതിരുന്നതെന്ന് പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം കാര്യം ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ കൺട്രോളിൽ നിൽക്കാതെയൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്നു ഞാനും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ സയോണും മറുപടി കൊടുക്കുന്നു. നിന്റെ അടുത്ത് ശത്രുതയുള്ള ആരെങ്കിലും നിന്റെ അറിവിലുണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും അതാരാണെങ്കിലും എന്നെ തന്നെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്റെ പേഴ്സണൽ ഓഫീസ് എവിടെയാണെന്ന് അധികം ആർക്കും തന്നെ അറിയിക്കില്ല. പക്ഷെ അയാൾ അത് മനസ്സിലാക്കി. മാത്രല്ല ഞാൻ കമ്പനിയുടെ പ്രോഗ്രാം ഒക്കെ എവിടെയാണ് വെക്കുവാനായിട്ട് തീരുമാനിച്ചതെന്നും
അധികം ആർക്കും തന്നെ അറിയിക്കുകയുണ്ടായിരുന്നില്ല. എന്നിട്ടും അതൊക്കെ മനസ്സിലാക്കി അവൻ അവിടെ എത്തിയിട്ടായിരുന്നല്ലോ ഇതുപോലെ മലയുടെ മുകളിൽ നിന്നും താഴേക്കൊക്കെ തള്ളിയിടുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും അവനറിയാം. അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ അവന് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി സവൺ ഉറപ്പിച്ച് പറയുകയാണ്. അതായത് ഒരു തവണ വീഡിയോ കോൾ ഒക്കെ ചെയ്ത സമയത്ത് അവനും ഞങ്ങളുടെ അതേ ലക്ഷ്യമാണ് നിനക്കും ഉള്ളതെന്ന് ഹീജുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ എന്ന വാക്കൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അയാൾ ഒറ്റയ്ക്കല്ല എന്ന കാര്യം ഹീജുവും ഉറപ്പിച്ചിട്ടായിരുന്നു സയോൺ ഈ ഒരു കാര്യം എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സയോണും ഇവൻ ഒറ്റയ്ക്കല്ല, മറിച്ച് ഇവന്റെ കൂടെ ആരോ ഒരാൾ കൂടിയുണ്ട്. സോ നമ്മൾക്ക് ഇവരെ രണ്ടുപേരെയും കൂടി ഒന്നിച്ചാണ് പിടിക്കേണ്ടതെന്നൊക്കെ പോലീസിനെയും അറിയിക്കുന്നു. ഈ ഒരു കിഡ്നാപ്പറെ കുറിച്ചുള്ള ആർട്ടിക്കിളൊക്കെ സംഘുവിന്റെ ശ്രദ്ധയിലും പെടുകയാണ്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കണ്ണിന്റെ നിറമായിരുന്നു അവൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു വ്യക്തിനെയും കൂടി കാണിക്കുകയാണ്. അയാളും ഒരു ഫിഷ് കടയൊക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അയാളും ഈ ഒരു വാർത്തയൊക്കെ കണ്ട് ആകെ ഷോക്ഡ് ആയിട്ടിരിക്കുന്നു. സയോണും ഇപ്പോൾ പോലീസിന്റെ അടുത്തും ചാനലിന്റെ അടുത്തും കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സയോണിന്റെ അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ അവന്റെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അതായത് ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് പറയുകയായിരുന്നെങ്കിൽ അച്ഛന് കൂടുതൽ വോട്ടൊക്കെ കിട്ടുമായിരുന്നല്ലോ. അച്ഛനും അത് തന്നെ ഉദ്ദേശിച്ചാണ് ചാനലിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സാവണും അതെല്ലാം തന്നെ മാറ്റി പറഞ്ഞതിന്റെ ദേഷ്യമാണ് അച്ഛനുള്ളതും. ഈ ഒരു സംഭവമൊക്കെ നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നീ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞങ്ങളെ അറിയിക്കാതിരുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം ഭീഷണി വന്നിട്ടുണ്ടായിരുന്നത് എനിക്കായിരുന്നില്ല, മറിച്ച് ഹീജോനായിരുന്നു. ഹീജുവും ഞാനും വിവാഹം കഴിച്ച കാര്യം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ അറിയിക്കുള്ളൂ. പക്ഷെ അയാൾക്ക് കൂടി ഈ ഒരു രഹസ്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ പോലും സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ സവണും തുറന്നു പറയുന്നു. ഹീജും വളരെ സേഫായിട്ട് നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ കൂടെ അവളെ നിർത്തുവാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് അവൾക്ക് ഞാൻ ജോലിയും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. നിലവിൽ എന്റെ വിവാഹത്തെക്കുറിച്ചുള്ള രഹസ്യമൊക്കെ അവൻ അറിയാമെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഫാമിലിനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രഹസ്യമൊക്കെ അവൻ അറിയാമോ എന്ന കാര്യം എനിക്ക് അറിയിക്കയില്ല എന്നും കൂടി സവണ് പറയുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിലുള്ള ഒരു ശത്രുവിന്റെ മുഖമൊക്കെ ഓർക്കുവാനായിട്ട് നോക്കുന്ന അച്ഛനും നേരെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഹീജുവിന്റെ അച്ഛന്റെ മുഖമൊക്കെ ആയിരുന്നു. ഹീജുവിന്റെ അച്ഛൻ എന്ന് പറയുന്നത് വളർത്തച്ഛന്റെ കാര്യമാണ് കേട്ടോ. അയാളും എന്റെ കൂടെ നിന്നിട്ട് എന്റെ എതിർ സ്ഥാനാർത്ഥിനെയൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഇതുപോലെ എന്നെ തളർത്തുവാനായിട്ട് ആൾ നോക്കുന്നതെന്നൊക്കെ അച്ഛനെ സംശയിക്കുന്നു. ഇപ്പോൾ കിഡ്നാപ്പർ ന്യൂസ് ഒക്കെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിഡ്നാപ്പറും ബോസിന് മെസ്സേജ് അയക്കുന്നു. നീ അല്ലായിരുന്നോ ശരിക്കും അവളെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത്? പക്ഷെ ഇപ്പോൾ ചാനലിലെല്ലാം തന്നെ കാണിക്കുന്നത് എന്റെ ഫേസ് ആണ്. ശരിക്കും നിനക്ക് ദേഷ്യമുള്ളത് സയോന്റെ അടുത്തല്ലേ? പിന്നെ എന്തിനാണ് ഹീജുനെ നീ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുന് സയോനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് താല്പര്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നൊക്കെ സയോണ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടായിരുന്നു താനും ഹീജുനെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നെന്നൊരു മറുപടിയൊക്കെയാണ് ബോസും കൊടുക്കുന്നത്. പക്ഷെ ബോസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹീജു മരിച്ചുമില്ല, മറിച്ച് എന്റെ ഫേസ് ഒക്കെ റിവീൽ ആവുകയും ചെയ്തു. ഇനി ഞാൻ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് വെളിയിലേക്ക് ഇറങ്ങി നടക്കുക എന്നൊക്കെ അവനും ബോസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ ഇതൊന്നും തന്നെ ബോസിന് അറിയേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഉണ്ടായിരുന്നില്ല. ബോസിനും എങ്ങനെയെങ്കിലും ആ ഒരു ഫോണൊക്കെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കിഡ്നാപ്പറിന്റെ അടുത്തും എത്രയും വേഗം ആ ഒരു ഫോണൊക്കെ തിരികെ കൊണ്ടുവരുവാനായിട്ടും അയാൾ ആവശ്യപ്പെടുന്നു. കിഡ്നാപ്പറെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ നീ എന്തുകൊണ്ടായിരുന്നു എന്നെ അറിയിക്കാതിരുന്നതെന്ന് ഹീജുന്റെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുന്റെ അച്ഛനെ പോലും താൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സവണും തുറന്നു പറയുന്നു. അച്ഛനും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഒരു കുട്ടീനെ പോലെ പെരുമാറുകയായിരുന്നില്ല സവൺ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന സത്യമൊക്കെ അച്ഛനും മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഒക്കെ അവൻ പബ്ലിക്കായിട്ടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും സയോണിനെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ പബ്ലിക് ആക്കിയതിന് പിന്നിൽ അവന് മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട്. അവൻ എന്തോ ഒന്ന് ഒളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒന്നിനെ രക്ഷപ്പെടുത്തുവാനായിട്ടാണ് അവന് ശ്രമിക്കുന്നതെന്നൊക്കെ അച്ഛനും പറയുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും തന്നെ ഈ ഒരു നിമിഷത്തിൽ ഹീജുവിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പക്ഷെ ഹീജുവിനെ കുറിച്ച് ഒന്നും തന്നെ തുറന്നു പറയാതെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സയോൺ ആയിരുന്നല്ലോ. സോ സയോൺ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹീജുവിനെ തന്നെയാണ്. ഹീജുവും ആർട്ടിക്കിളൊക്കെ വായിച്ചു നോക്കുന്ന കൂട്ടത്തില് താഴെ വന്ന കമന്റ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇത്രയും നാളെ സൗണ്ട് ഉണ്ടാക്കി വെച്ച ഇമേജ് എല്ലാം തന്നെ പോകുന്ന രീതിക്കുള്ള കമന്റ്സ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹീജുവിനും കിഡ്നാപ്പറുടെ അടുത്തു നിന്നും ഒരു കോൾ വരുന്നു. അവളും ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അയാൾ മെസ്സേജ് അയക്കുകയാണ്. നീയല്ലേ സയോണിന്റെ അടുത്ത് എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ തള്ളിയിട്ടത് ഞാൻ ആയിരുന്നില്ല. അതുകൂടാതെ നീ ഇപ്പോൾ ഞങ്ങളുടെ ടീമിലില്ല. അതുകൊണ്ട് തന്നെ നീയും ഞങ്ങളുടെ ഫോണൊക്കെ തിരിച്ചു നൽകണം. ഞാനും നിന്നെ കാണുവാനായിട്ട് വരികയാണ്, ഡോറൊക്കെ തുറക്കുക എന്ന് പറഞ്ഞിട്ട് അവനും മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും അവനും റൂമിന് വെളിയിൽ ഉണ്ടാകുമെന്നൊക്കെ ഹീജുവും ഓർക്കുന്നു. പെട്ടെന്ന് ഡോറൊക്കെ തുറന്നു വരുന്ന ശബ്ദം കേൾക്കുന്ന ഹീജുവും പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്യുകയാണ്.
ആരോ ഒരാൾ ബലമായിട്ട് വാതിലൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന അവളും ആകെ പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സയോണും അവളുടെ പേരൊക്കെ വിളിക്കുന്നത്. അപ്പോഴാണ് അവളും ഒന്ന് സമാധാനിക്കുന്നത് പോലും. ശരിക്കും വെളിയിൽ ഉണ്ടായിരുന്നത് സയോൺ തന്നെയായിരുന്നു. സോ സയോണും ഇപ്പോൾ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും പേടിച്ചിരുന്ന അവളും അവനെ കെട്ടിപ്പിടിക്കുന്നു. ജാങ്ങും സയോണെ കോൾ ചെയ്യുകയാണ്. നേരത്തെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാളെ കുറിച്ചായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നീ മീഡിയാസിന്റെ ഒക്കെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊട്ടും തന്നെ ശരിയായ ഒരു നടപടി അല്ലായിരുന്നു എന്നൊക്കെയാണ് ജാങ്ങിനും പറയുവാനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ മീഡിയാസിന്റെ മുമ്പിൽ ഞാൻ അങ്ങനെ വന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാനങ്ങനെ മീഡിയാസിന് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കും അവളെ എന്റെ പിന്നിലൊക്കെ ഒളിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് അവനും മറുപടി കൊടുക്കുന്നത്. ഇനി ഹീജോവും കിടക്കാൻ നേരത്ത് സായുവിന്റെ അടുത്തൊരു കാര്യമൊക്കെ ചോദിക്കുകയാണ്. എല്ലാവരും നിന്നെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിന്നെക്കുറിച്ച് അവർ ഗോസിപ്പ് പോലും പറയുന്നു. നിനക്കും ഇതൊക്കെ ഓർത്തിട്ട് പേടിയില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും അവളുടെ ഒപ്പം കിടന്നിട്ട് അവന് പേടിയില്ല എന്നും അതുപോലെ തന്നെ പറഞ്ഞ കാര്യത്തിൽ ഒരു കുറ്റബോധവും ഇല്ല എന്നും അവളെ അറിയിക്കുന്നു. അവളുടെ അടുത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു കിടക്കുന്നുണ്ടെങ്കിലും 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവനെ കോൾ ചെയ്യുവാനായിട്ട് ഫോണൊക്കെ എടുത്ത് അവളും വെളിയിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ അതെല്ലാം തന്നെ അവനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവളും സയോണ് കോൾ ചെയ്തതിന് ശേഷം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നില്ലേ? അങ്ങനെ ഇരിക്കെ നീ എന്തുകൊണ്ടാണ് എന്നെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാത്തത്? എന്റെ കയ്യിലെ ഫോൺ തന്നെയല്ലേ ഏറ്റവും വലിയ എവിഡൻസ്. ആ ഫോൺ നിനക്ക് ഞാൻ നൽകുവാനായിട്ട് തയ്യാറാണ്. ഫോൺ വഴി നിനക്കും അവനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഹീജുവും അറിയിക്കുന്നു. പക്ഷെ ഫോണൊക്കെ തരുവാനായിട്ട് നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കാണുന്നതായിരിക്കുമെന്നൊക്കെ സൗൺ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഹീജുവിനൊരു പ്രശ്നമായിരുന്നില്ല. ഹീജുവും ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കാണുവാനായിട്ട് വരികയാണെന്നൊക്കെ അവന്റെ അടുത്തും പറയുന്നു. ഫോണുമായിട്ട് അവന്റെ അടുത്തേക്ക് നടക്കുന്ന സമയത്തും എങ്ങനെയായിരിക്കും അവൻ റിയാക്ട് ചെയ്യുക എന്ന ചിന്തയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എല്ലാ തവണയും ഒളിച്ചോടിയതുപോലെ ഈ ഒരു സിറ്റുവേഷനിൽ ഒളിച്ചോടുവാനായിട്ട് പാടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവളും ഹോസ്പിറ്റലിലെ റൂമൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ടെങ്കിലും അവിടെ സയോൺ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളും സയോണെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് നീ വാ, ആ ഒരു സ്ഥലമായിരിക്കും നമുക്ക് മീറ്റ് ചെയ്യുവാനായിട്ട് പറ്റിയ സ്ഥലം എന്നൊക്കെ അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവൻ പറഞ്ഞത് പ്രകാരം അവളും ഇപ്പോൾ പാർക്കിലൊക്കെ എത്തിയിരിക്കുകയാണ്. നീയും ഇതിനു മുമ്പ് ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും പാർക്കൊക്കെ തുടങ്ങിയ ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും പറയുന്നു. ആ ഒരു ദിവസം തന്നെ ആയിരുന്നു അവൾക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം വീട്ടിൽ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന പേര് പോലും പറയുവാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയായെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഹോഴ്സ് റൈഡിന്റെ അടുത്തൊക്കെ വരുവാനായിട്ട് അവനും ആവശ്യപ്പെടുന്നു. അവളും അതിനു മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് അവളെ ഹോഴ്സ് റൈഡിനൊക്കെ കേറ്റുകയാണ്. അങ്ങനെ അവളും അതിൽ കയറുമ്പോഴത്തേക്കും പണ്ട് അവൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. പക്ഷെ ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ കാണാതായിട്ട് അവനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഐസ്ക്രീം ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വരുവാനായിട്ടായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് അവൾക്ക് ഐസ്ക്രീം നൽകുന്നു. അവളും ഐസ്ക്രീം കഴിച്ചിരിക്കുമ്പോഴത്തേക്കും പണ്ടും ഇതുപോലെ ഐസ്ക്രീം കഴിച്ച് അവിടെ ഇരുന്നതിനെ കുറിച്ചും അവൾ ഓർക്കുന്നു. കുറെ നേരമായിട്ടും അവനെ കാണാതാകുന്ന അവളും അവനെ കോൾ ചെയ്യുമ്പോഴത്തേക്കുമാണ് തൊട്ടുമുമ്പിൽ കാണുന്ന ടവറിലേക്കൊക്കെ കയറി വരുവാനായിട്ട് അവനും അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അവളും ടവറിന് മുകളിൽ കയറി കഴിയുമ്പോഴത്തേക്കും അവനെ അവിടെ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്നെ കാണുമ്പോൾ ആകെ സർപ്രൈസ്ഡ് ആയി പോകുന്നതായിരിക്കും. മാത്രല്ല നീയും ആകെ നിരാശപ്പെട്ടു പോകും. നീയും ആകെ തനിച്ചായതുപോലെ ആയിരിക്കും നിനക്ക് തോന്നുക എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നീയും നിന്നെ വളരെയധികം തരം താഴ്ത്തിയൊക്കെയാണ് കാണുന്നത്. അങ്ങനെ നീ കാണാതിരിക്കുവാനായിട്ട് ഞാനും എന്ത് ചെയ്യണം ഹീജു എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. തൊട്ടടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന സയോണെ കണ്ട് ഷോക്ഡ് ആയിട്ടുണ്ടായിരുന്ന അവളുടെ കയ്യിൽ നിന്നും ഫോണൊക്കെ താഴെ പോകുമ്പോഴത്തേക്കും സയോണും ഫോണൊക്കെ എടുത്തതിന് ശേഷം നിന്റെ കഠിനാധ്വാനത്തിന് ഒരുപാട് നന്ദിയുണ്ട് 406 എന്നൊക്കെ അവളുടെ അടുത്ത് പറയുകയാണ്. നിനക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നോ? ഇതെല്ലാം അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് എന്നെ വെറുക്കാതിരുന്നതെന്ന് അവളും അവന്റെ അടുത്ത് ചോദിക്കുന്നു. ഹേജു, നിന്നെ ഞാൻ എങ്ങനെയാണ് വെറുക്കുക, എങ്ങനെയാണ് നിന്നെ ഞാൻ സ്നേഹിക്കാതിരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.